ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എടുക്കുന്ന തീവണ്ടികൾ മീറ്ററുകൾക്കപ്പുറത്ത് പിടിച്ചിടുന്നത് യാത്രക്കാർക്ക് ആശങ്കയും മോഷ്ടാക്കൾക്കും പിടിച്ചുപറിക്കാർക്കും സഹായകരവുമാകുന്നു. സ്റ്റേഷനിൽ നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോരുന്ന തീവണ്ടികൾ നെടുങ്ങോട്ടൂർ പാലത്തിന് മുമ്പായും പാലക്കാട് തൃശൂർ ഭാഗത്തേക്കുള്ളവ ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള റെയിൽവേ പാലത്തിന് മുമ്പായും പിടിച്ചിടും. ഈ 3 ഭാഗങ്ങളിലും കാടുപിടിച്ച് വെളിച്ചമില്ലാത്ത സ്ഥലങ്ങളാണ്. പലപ്പോഴും യാത്രക്കാരുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ പിടിച്ചു പറിച്ച് രക്ഷപ്പെട്ടവരെല്ലാം ഇത്തരം സ്ഥലങ്ങളിൽ നിന്നാണെന്ന് റെയിൽവേ പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് സ്വദേശിയായ പെൺകുട്ടിയുടെ മാല പറിച്ചെടുത്ത് മോഷ്ടാവ് രക്ഷപ്പെട്ടത് സ്റ്റേഷന് എത്തുന്നതിന് മുമ്പായി ഭാരതപ്പുഴയുടെ റെയിൽവേ പാലം കടന്ന ഉടനെയാണെന്നായിരുന്നു പെൺകുട്ടി നൽകിയ മൊഴി. നിലമ്പൂർ സ്വദേശിയായ സ്ത്രീയുടെ മാല പൊട്ടിച്ചെടുത്ത് രക്ഷപ്പെട്ട മോഷ്ടാവ് നെടുങ്ങോട്ടൂർ പാലം എത്തും മുമ്പ് തീവണ്ടി വേഗത കുറച്ചപ്പോഴായിരുന്നുവെന്നും റെയിൽവേ പോലീസ് കണ്ടെത്തി. ഈ പ്രതിയെ പിന്നീട് പോലീസ് പിടികൂടിയിരുന്നു. അതേസമയം കാസർഗോഡ് സ്വദേശിയായ പെൺകുട്ടിയുടെ മാല കവർന്നയാളെ പിടികൂടാനായിട്ടില്ല. അതുകൊണ്ട് തന്നെ സിഗ്നൽ ലഭിക്കാനായി റെയിൽവേ സ്റ്റേഷൻ വിട്ട ഉടൻ നിർത്തേണ്ടി വരുന്ന സ്ഥലങ്ങളിൽ ഉയരവിളക്കുകൾ സ്ഥാപിക്കണമെന്നാണ് ആവശ്യം. മാത്രമല്ല, ഇത്തരം സ്ഥലങ്ങളിൽ നിർത്തിയിടുമ്പോൾ തീവണ്ടിയുടെ വാതിലുകൾ അടച്ചിടാനും യാത്രക്കാർ ശ്രദ്ധിക്കണമെന്നും പോലീസ് പറയുന്നു. ഉയരവിളക്കുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം പോലീസ് റെയിൽവേ അധികൃതരെ അറിയിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ പരിഹാരമായിട്ടില്ല. മാത്രമല്ല, സ്റ്റേഷനെത്തും മുമ്പ് തീവണ്ടികൾ പിടിച്ചിടുമ്പോൾ മദ്യം, കഞ്ചാവ്, മറ്റ് ലഹരി വസ്തുക്കൾ എന്നിവയുമായി വരുന്നവർക്കും സഹായകരമാവുകയാണ്. സ്റ്റേഷനിലെത്തുമ്പോൾ മാത്രമാണ് പരിശോധനകൾ ഉണ്ടാകുക. മഴയുള്ള സാഹചര്യത്തിൽ ഇത്തരക്കാർക്ക് രക്ഷപ്പെടാനും പഴുതുകളേറെയാണ്. ഇതെല്ലാം ഒഴിവാക്കാനായാണ് സിഗ്നൽ ലഭിക്കാനായി തീവണ്ടികൾ നിർത്തിയിടേണ്ടി വരുന്ന സ്ഥലങ്ങളിൽ ഉയരവിളക്കുകൾ സ്ഥാപിക്കേണ്ടതിൻ്റെ ആവശ്യമുയരുന്നത്. മോഷ്ടാക്കൾ ഉൾപ്പെടെ സ്റ്റേഷനിൽ നിന്നുമല്ല തീവണ്ടികളിൽ കയറുക. സ്റ്റേഷൻ വിട്ട് പാളങ്ങളിൽ സിഗ്നൽ കാത്തുകിടക്കുന്ന തീവണ്ടികളിൽ കയറിയാണ് മോഷ്ടാക്കൾ രക്ഷപ്പെടുന്നതെന്നും പോലീസ് പറയുന്നു. ചിത്തര വിമൻസ് അക്കാദമി, SMP ജംഗ്ഷൻ, ഷൊർണൂർ, ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, പട്ടാമ്പി.